ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കറൻറ്റ് ഫീലിങ്സ്, കറൻറ്റ് എനർജിയാണ് നമ്മൾ നോക്കുന്നത്. Two of Pentacles, Three of Pentacles, reverse ആണ്. ഇവിടെ The Empress reverse ആണ്. Moon, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ഹീറോഫിൻറ്റും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. പ്രിൻസസ് ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. ഫൈവ് ഓഫ് പെൻറ്റക്കിൾ. ഓക്കെ, ക്ലാരിറ്റി വേണ്ടേ? രണ്ട് കാർഡും കൂടി എടുക്കാം. ക്യൂൻ ഓഫ് വാൻഡ്സ്, വേൾഡ്, ഇവിടെ ടു ഓഫ് പെൻറ്റക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് വരികയാണ്. ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റിയും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും നിങ്ങളിലേക്ക് ഒരു ബാലൻസ് ഇല്ലായ്മയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് യൂണിവേഴ്സ് തരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ്. സീക്കിംഗ് ഹാർമണി എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ ബാലൻസ് നേടിക്കഴിഞ്ഞു. ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നത് ഈ ഒരു വർഷം നിങ്ങൾ ബാലൻസ് നേടിക്കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ്സിലേക്ക് എത്തിക്കുക. നിങ്ങളെക്കൊണ്ട് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുക. തിരിച്ചറിവാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൻ്റെ മാറ്റമാണ് കാണിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്റ്റെബിലിറ്റി, ഇക്വിലിബ്രിയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കുറേ തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് നേട്ടത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കൊണ്ടും. സെക്കൻഡ് കാർഡ് ത്രീ ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് അവരുടെ കരിയറിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അവർക്കിപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കരിയറിൽ തന്നെ ഒരു ഈഗോ ക്ലാഷ് നടക്കുന്നുണ്ട്. കൂട്ടായ പ്രവർത്തനത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. അവരുടെ കരിയറിൽ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈഗോ ക്ലാഷ്, അവർക്ക് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു നെഗറ്റീവ് എനർജി അവരിലേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂണിവേഴ്സ് കുറേ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അവരിപ്പോൾ ചിന്തിക്കുന്നത് അവരിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നു. അത് തന്നെയാണ് അവരിലേക്ക് ഒരു നെഗറ്റീവ് ഫീല് വരുന്നതും അവർക്ക് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. ഇവിടെ എംപ്രസ് റിവേഴ്സ് ആണ്. ഇന്ന് അവരുടെ കരിയറിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് ആദ്യത്തെ കാർഡിൽ പറഞ്ഞു. ഇപ്പോൾ അവർ സെൽഫ് കെയർ ചെയ്യാണ്. അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുകയാണ്. അവരിലേക്കിപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഒരു അനുഗ്രഹമില്ലായ്മ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഇവിടെ അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരിലേക്ക് ഒരു എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ പോലും കിട്ടുന്നില്ല. നിങ്ങളെന്ന പോസിറ്റീവിനെ നഷ്ടപ്പെടുത്തിയതിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാർഡ്സ് പറയുകയാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് പോലും അവർക്കില്ല. ഇവിടെ മൂൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്.
ഹിഡൻ ട്രൂത്തിനെ കാണിക്കുന്നു. നിങ്ങളിന്ന് മറച്ചു വെച്ചിട്ടുള്ള ഒരു രഹസ്യത്തെ കാണിക്കുന്നു. ഒരു ഇലീഷനിലൂടെ പോകുന്ന അവസ്ഥയെ കാണിക്കുന്നു. ഇന്ന് അവർ അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യുകയാണ്. മുൻപ് അവർ മറ്റുള്ള വ്യക്തികളുടെ വാക്കു കേട്ടിട്ടാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് എന്ന് കാർഡ്സ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നതും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതും. ഇവിടെ ഫിയറിനെ കാണിക്കുന്നുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ഇവിടെ നിങ്ങൾ മൂൺ അഫർമേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു മാറ്റം അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മൂണിനെ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ അവരിലേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഇന്ന് അവരെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണെന്ന് ഇവിടെ കാർഡ്സ് പറയുന്നു. ഇന്ന് യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന, യൂണിവേഴ്സിൽ സറണ്ടർ ആകാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് ആ ഒരു മാറ്റത്തിന് കാരണവും തിരിച്ചറിവ്. ഇവിടെ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീഷനാണ്. ഈ ഒരു ബന്ധത്തിൽ പൂർണ്ണതയിൽ എത്താൻ പോവാണ്. അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തി മാത്രമാണ് അവർക്ക് എല്ലാമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇവിടെ വേൾഡ് കണ്ട സന്തോഷമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരിലേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ അതിയായി വേദനിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. അവരുടെ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങൾ ലൈഫിലുണ്ടായാൽ മാത്രമേ ആ ഒരു ഗ്രോത്തിലേക്ക്, ആ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് അവർ എത്തുള്ളൂ എന്ന് അവർ തിരിച്ചറിയുന്നു. ഒരു യാത്രയെ കാണിക്കുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഇന്ന് അവരെ തന്നെ സ്നേഹിക്കുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. ഐ ആം ലവ് എന്ന് പറയുന്നു. അവരെ തന്നെ സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങളിലേക്ക് അവർക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട്, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് വേൾഡ് എന്ന് പറയുന്ന നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ, അവിടെയാണ് കംപ്ലീഷൻ ഉണ്ടാകാൻ പോകുന്നത്. അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് അവരിലെ ഉറച്ച തീരുമാനത്തെയാണ്, ഉറച്ച നിലപാടാണ്. ഇവിടെ ഒരു ലീഡറെ പോലെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരിലെ ഡിസിഷൻ മേക്കിങ്ങിനെ കാർഡ്സ് പറയുന്നു. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനുള്ള എല്ലാ സാധ്യതയും കാണിക്കുന്നു. വൈസ് ലീഡറെ പോലെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളിലേക്ക് മാത്രമാണ് അവർ ശ്രദ്ധ തിരിക്കുന്നത്. തീരുമാനമെടുത്തു കഴിഞ്ഞു. സീക്കിംഗ് ട്രൂത്ത്, സത്യം എന്തെന്ന് അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് അവരുടെ ലൈഫിൽ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് അവരെത്തിയിട്ടുണ്ട്. എന്താണ് പറയേണ്ടത്? ഡിസിഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഹീറോഫിൻ്റെ എനർജിയാണ്. ഇവിടെ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയുടെ എനർജി, ലെസൺസ് പഠിച്ചിട്ടുള്ള വ്യക്തിയുടെ എനർജി, സ്പിരിച്വൽ ലീഡറെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്പിരിച്വലായിട്ടുള്ള ടീച്ചിങ് അവരിലേക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, പഠിച്ചുകൊണ്ട് നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ന്യൂ ബിഗിനിങ് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ അവരിലെ തിരിച്ചറിവ് നിങ്ങളിലേക്ക് എത്തുക എന്ന് തന്നെയാണ്. നിങ്ങളെ ഇന്നവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് തിരിച്ചറിയുന്നു. അത് യൂണിവേഴ്സായിട്ട് തന്നെ അവരിലേക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള എനർജിയാണ്, ടീച്ചിങ് ആണ് സംഭവിച്ചിട്ടുള്ളത്. യൂണിവേഴ്സാണ് ഇവിടെ അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പ്രിൻസസ് ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ പുതുതായിട്ട് തുടങ്ങാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അവരിലൊരു സ്റ്റക്ക് എനർജി ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റക്ക് എനർജി മാറിക്കൊണ്ട് ഈ ഒരു ബന്ധത്തിൽ പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. അപ്പോൾ തടസ്സങ്ങൾ മാറാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ 5 ഓഫ് പെൻഡക്കിൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. അവർക്ക് എനർജി നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് അസുഖങ്ങളും വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യലായിട്ടുള്ള ലോസ് വന്നിട്ടുണ്ട്. അതുമൂലം ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ ഒരു നിമിഷത്തിൽ നിങ്ങളെ ഒത്തിരി അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. അവർക്ക് നിങ്ങളെ അപ്പോൾ വളരെയേറെ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം തെറ്റ് ചെയ്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ശിക്ഷയിലേക്ക് എത്തിയിട്ടുള്ളത്. ഫിനാൻഷ്യലായിട്ടുള്ള ലോസ് മാത്രമല്ല, ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നുകൊണ്ട്
വളരെയേറെ സ്ട്രെസ്ഡ് ആയിരുന്നു അവർ. വറി ചെയ്തിരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിച്ചു തരുന്നത്. അവരുടെ സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. ഒരു എനർജി ബ്ലോക്കേജ് തന്നെയാണ് അവരിലുണ്ടായിട്ടുള്ളത്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഡോർ ഓപ്പൺ ചെയ്താൽ അവർക്ക് ഒരുപാട് സാധ്യതകളാണ്. അതെന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ ഡോറാണ് അവർ ഓപ്പൺ ചെയ്യേണ്ടത്. അതിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ സാധ്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡോർ ഓപ്പൺ ചെയ്താൽ നിങ്ങളെന്ന പോസിറ്റീവ് എനർജിയിലേക്ക് അവരെത്തും, നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അവരെത്തും. ഇവിടെ എല്ലാ ബ്ലോക്കേജും അവിടെ മാറിക്കൊണ്ട് അവർക്കൊരു പുതിയ ലൈഫ് ഉണ്ടാവുകയാണ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. ഇവിടെ യൂണിവേഴ്സ് ഒരുപാട് പാഠങ്ങൾ അവരെ പഠിപ്പിച്ച് കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. ഡിസിഷനാണ് അവരുടെ ഡിസിഷൻ. ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ ആക്ഷനെയാണ്, ഡിസിഷനെയാണ് കാണിക്കുന്നത്. ബോൾഡായിട്ടുള്ള എക്സ്പ്രഷനെയാണ് കാണിക്കുന്നത്. ഇന്ന് അവർ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. കാരണം ചെറിയ രീതിയിൽ ഈഗോ ഉള്ളൊരു പേഴ്സൺ ആയിരുന്നു. ഇന്ന് മറ്റുള്ളവരെ ചെറിയ രീതിയിൽ സഹായിക്കുന്ന വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. നിങ്ങളെ അവർ ഫോളോ ചെയ്യുകയാണ്. അവർ പൂർണ്ണമായിട്ടും മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് വരികയാണ്. അവരിലെ ഈഗോ എല്ലാം കുറഞ്ഞുകൊണ്ട് അവരിലെ പുതിയൊരു വ്യക്തിയെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ തീരുമാനമെടുക്കുന്നത് ഉറച്ച തീരുമാനമാണ്, ബോൾഡായിട്ടുള്ള എക്സ്പ്രഷനാണ്, ഡിറ്റർമിനേഷനോടുകൂടി നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അവർ വരികയാണ്. ഇനി എന്താണ് പറയേണ്ടത്? പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റ് അവർക്ക് യൂണിവേഴ്സായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ തെറ്റുകൾ തിരുത്തുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എഫെമറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ബന്ധം ഹ്രസ്വകാലമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയുള്ളൊരു ബന്ധമായിരുന്നു. വാമ്പയോ ഓക്കെ, 3 കാർഡ് എടുക്കുന്നുള്ളൂ കേട്ടോ. റാംബ്ലിംഗ് റോസ് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറയാണ്. ക്ലാരിറ്റി വേണോ? ഓക്കെ, നോക്കാം. അവയർനെസ് കറക്റ്റായിട്ടുള്ള കാർഡ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വാക്കുകളിലൂടെ നമുക്ക് കിട്ടുന്നത്. എൻചാന്റഡ് വിസ്പർ ഓക്കെ, 5 കാർഡ് മതി. പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് വാക്കുകളിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട്. നിംസ് പറഞ്ഞ മാത്രം പോരല്ലോ, കാർഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ കറക്റ്റായിട്ടുള്ളത്. ഇത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് അല്ലേ? എഫെമറൽ ഹാവിങ് എ ബ്രീഫ് അഫെയർ ഓർ റോക്കിംഗ് റിലേഷൻഷിപ്പ്. ഹ്രസ്വകാല പ്രണയം, മോശം പ്രണയം, എല്ലാവർക്കും എന്നല്ല, കുറച്ച് പേർക്ക്. ഓക്കെ, വളരെ പെട്ടെന്ന് വന്ന് കുറച്ച് കാലടിച്ച് പൊളിച്ച് പെട്ടെന്ന് പോയൊരു ബന്ധം. ഷോർട്ട് ടൈം ആയിരുന്നു, ഹാവിങ് ഫണ്ണായിരുന്നു, നല്ല തമാശയും നല്ല നിമിഷങ്ങളൊക്കെ പങ്കിട്ടിരുന്ന നിമിഷങ്ങളായിരുന്നു. പക്ഷേ അത് മറക്കാൻ പറ്റുന്നില്ല, അത് മാത്രമാണ് ഇവിടെ പ്രശ്നം. ഓക്കെ, സെക്കൻഡായിട്ട് നമുക്ക് എൻചാന്റഡ് വിസ്പർ എന്ന കാർഡ് നോക്കാം. ലിസൺ ടു യുവർ ഹേർട്ട് ആൻഡ് ടേക്ക് എ ചാൻസ് ഓൺ ലവ്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ടിട്ടേ പ്രണയത്തിലൊരു അവസരം നേടാനാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവസരത്തിനായിട്ട് തന്നെയാണ് അവർ വരുന്നത്. നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. വണ്ടർ ഡ്രീംസ് പ്രോമിസ്. അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. അവിടെ വാഗ്ദാനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, പ്രോമിസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവയർനെസ് ഡിസ്ട്രാക്റ്റഡ് ഓഫ് ഫീലിംഗ് ലൈഫ് വിത്ത് അതർ തിങ്സ്. നിങ്ങളുടെ എനർജിയാണ്. ശ്രദ്ധ തിരിയുകയോ മറ്റു കാര്യങ്ങൾ കൊണ്ട് ജീവിതം നിറയ്ക്കുകയോ ചെയ്യുന്ന നിങ്ങളുടെ എനർജി. എന്താണ് പറയേണ്ടത്? നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. പ്രണയം നിങ്ങളെ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഡേറ്റിങ്ങിന് വരുന്നുണ്ടാവാം. അവിടേക്ക് നിങ്ങൾ അവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ടാവാം ഡേറ്റിങ്ങിനായിട്ട്. Rambling rose, growing apart or getting some space to think. തീരുമാനമെടുക്കുന്നേക്കാൾ മുന്നേ നിങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യമാണ് കേട്ടോ അത്. നിങ്ങളിപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലാണെന്ന് പറയുന്നു. ചിന്തിക്കാൻ കുറച്ച് സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങളിപ്പോൾ ഒരു പരിണാമത്തിൻ്റെ വക്കീലാണ്, പുറം ലോകം കാണുകയാണെന്ന് പറയുന്നു. കാരണം നിങ്ങൾ കുറേ കാര്യങ്ങൾ
അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. തീരുമാനമെടുക്കുന്നേക്കാളും മുന്നേ നിങ്ങൾ ചെയ്യേണ്ടതും യൂണിവേഴ്സ് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാൺസ് ബ്യൂ സ്പീക്ക് സോഫ്റ്റ്ലി ടു ഡിസാം എനി ഡിസ്പ്യൂട്ട് ഓർ കൺഫ്യൂഷൻ. എന്തെങ്കിലും തർക്കമോ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ മൃദുവായിട്ട് സോഫ്റ്റായിട്ട് സംസാരിക്കാൻ പറയുകയാണ്. അപ്പോൾ പ്രശ്നം പരിഹരിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഹോണസ്റ്റ്, വൈറ്റൽ, പേഷ്യൻസ്. അപ്പോൾ സത്യസന്ധരാവാൻ പറയുന്നു, ജീവശക്തിയുള്ളവരാവാൻ പറയുന്നു, ക്ഷമയുള്ളവരാവാൻ പറയുന്നു. അപ്പോൾ ക്ഷമ തന്നെയാണ് ഇവിടെ ഏതൊരു ബന്ധത്തിനും ആവശ്യം. നിലനിന്ന് പോകണമെങ്കിൽ ക്ഷമിക്കാൻ തയ്യാറാവണം. സത്യസന്ധം ആ ഒരു കാര്യം. അപ്പോൾ ആത്മാർത്ഥത, സത്യസന്ധത, ക്ഷമ ഇതൊക്കെ തന്നെയാണ് ഒരു ബന്ധം നിലനിന്ന് പോകാനായിട്ട് ആവശ്യമെന്ന് യൂണിവേഴ്സ് പറയുന്നു. കാർഡ്സും കൂടി എടുക്കാം. കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് ഇൻ നെക്സ്റ്റ് ജൂൺ എല്ലാവർക്കും നല്ല കേട്ടോ. ഇൻ 16 days work will be on slow mode. Take your chastas or any uncle's help. അപ്പോൾ കുറച്ചും കൂടി പ്രോഗ്രസ് വേണമെങ്കിൽ അങ്കിളിൻ്റെ ഹെൽപ്പ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കാണുന്നവർ എല്ലാം ഒരു പർപ്പസിന് വേണ്ടിയിട്ടല്ല കാണുന്നത്. നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ഒരു ആവശ്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാർഡ്സ് കാണിച്ചു തരികയാണ്. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ കാണിച്ചു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.